ഹലോ മച്ചന്മാരെ, വണ്ടിക്കാരനാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല, ഇപ്പം പൊതുവെയുള്ളൊരു പ്രശ്നങ്ങൾ നിങ്ങൾ അറിയുന്നൊക്കെ വിചാരിക്കുന്നു. ഞാൻ കോഴിക്കോടാണ് എൻ്റെ സ്വദേശം. പക്ഷേ നമ്മളെ വയനാട് ഇപ്പോൾ വളരെ ദയനീയ അവസ്ഥയിലാണുള്ളത്. കാരണം ടൂറിസ്റ്റ് മേഖലയാണ് നമ്മളെ വയനാട്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നടന്നതുകൊണ്ട് ഇപ്പോൾ നമ്മളെന്താ പറയുക, ടൂറിസ്റ്റുകളൊന്നും നമ്മളെ വയനാട്ടിലേക്ക് വരുന്നില്ല. അതിൻ്റേതായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവിടെയുള്ള കച്ചവടക്കാർ, പിന്നെ ഈ ടൂറിസ്റ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ ഒരുപാട് കുടുംബം ഇതിനെ ആശ്രയിച്ചിട്ട് എന്താ പറയുക അവിടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ സ്പ്രെഡിൻ്റെ പ്രശ്നം നടന്ന സ്ഥലത്ത് ഇപ്പം നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും ആൾക്കാരുടെ ഉള്ളിലൊരു പേടിയാണ്. ഇപ്പം വയനാട്ടിലേക്ക് പോയാൽ വയനാട്ടിൽ ഇനിയും ഉൾപ്പെട്ടോ അങ്ങനെയുള്ളൊരു പേടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 1 വീക്ക് മുന്നേ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഓപ്പൺ ആക്കിയിട്ടുണ്ട് വയനാട്ടിൽ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, തെറ്റായ വാർത്തകൾ ദയവ് ചെയ്തിട്ട് ആരും യൂട്യൂബിൽ ഉണ്ടാക്കി എന്താ പറയുക അതിനെങ്ങനെ ഷെയറായി പിന്നെ ആൾക്കാരുടെ ഉള്ളിൽ ഭയം ഒരിക്കലും കൂട്ടരുത്. കാരണം ഞാനൊരു ഡ്രൈവറാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ വണ്ടിക്കാരൻ എന്നുള്ള പേര് തന്നെ വെച്ച് ഞാൻ ഒരു അക്കൗണ്ട് തുടങ്ങിയത്. കാരണം ഇനി അങ്ങോട്ടേക്ക് എന്ന് വെച്ചാൽ നമുക്ക് വയനാട്ടിനെ തിരിച്ച് പിടിക്കേണ്ടിയിട്ടും എന്താ പറയുക നമ്മളെ കൊണ്ട് ചെയ്യാനാകുന്ന, ഇപ്പോൾ നമുക്ക് കുറേ ആൾക്കാരെ ഗസ്റ്റുകളെ പുറത്തുനിന്നുള്ളതൊക്കെ കൊണ്ടുവന്ന് സ്ഥലങ്ങൾ കാണിക്കുക, തിരിച്ച് നല്ല രീതിയിൽ എന്താ പറയുക ട്രിപ്പൊക്കെ അടിപൊളിയാക്കി തിരിച്ച് ഓലെ അയക്കുക. അതാണ് കാരണം കൂടുതലായിട്ട് നമുക്ക് ചെന്നൈയിൽ നിന്നും അതുപോലെ തന്നെ പുറത്ത് എറണാകുളം, തിരുവനന്തപുരം അങ്ങനെയുള്ള സ്ഥലത്ത് കൂടുതൽ ആൾക്കാർ വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ തെറ്റായ രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്പം തീരെ ആൾക്കാർ വരുന്നില്ല. അപ്പോൾ അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എനിക്കല്ല കേട്ടോ ബുദ്ധിമുട്ട്, നമ്മളെ വയനാട്ടിൽ ഇനിയും ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട്, നമ്മളെ ഈ ടൂറിസ്റ്റ് മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു വലിയൊരു എന്താ പറയുക, നമ്മൾ ആൾക്കാർ വന്നിട്ടില്ലെങ്കിൽ അവർക്ക് ഇനി മുന്നോട്ടേക്ക് പോകാൻ കുറച്ച് കഷ്ടപ്പാടാണ്. കാരണം ഓരോ ഏരിയ അങ്ങനെയാണല്ലോ. ഇപ്പോൾ എന്താ പറയുക, ചില ഇപ്പോൾ ഒരു ഈ ഫാക്ടറിയൊക്കെ ഉള്ള അങ്ങനത്തെ ഏരിയ ഇങ്ങനെ വെച്ചാൽ പ്രശ്നമില്ല, അവിടെ എന്തെങ്കിലും കച്ചവടമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് ടൂറിസ്റ്റ് മേഖലയാണ്. അവിടെ നമ്മൾ ടൂറിസ്റ്റുകളും ആൾക്കാരും വന്നാൽ മാത്രമേ ഉള്ളൂ വയനാട്ടിനെ ഇനിയിപ്പോൾ മുന്നോട്ടേക്ക് നമുക്ക് കൈപിടിച്ച് കൂടെ കൂട്ടാനാവുള്ളൂ. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ മാക്സിമം ഈ വീഡിയോ ഒക്കെ ഒന്ന് എല്ലാവരിലേക്ക് എത്തിക്കുക. കാരണം തെറ്റായ വാർത്തകൾ ഇനി ആരും എന്താ പറയുക ഈ പോസ്റ്റ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യാണ്ട് നിൽക്കുക. കാരണം വയനാട് എന്ന് വെച്ചാൽ നമ്മൾ ഒരൊറ്റക്കെട്ടായി നിന്നാൽ നമുക്ക് വയനാടിനെ തിരിച്ചു പിടിക്കണം. അപ്പോൾ താങ്ക് യു. എന്നാൽ ഓക്കെ, ബൈ.